ബിഗ് ബോസിന്റെ ഇന്നേ ദിവസത്തെ ലൈവ് ഭയങ്കര ശോകമായിരുന്നു. പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നുമില്ല, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആരുമില്ല. ഇന്നലെ റോക്കി പുറത്തായതോടുകൂടി തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ള മറ്റു കണ്ടസ്റ്റന്റ് എല്ലാം ഏതോ മരണ വീട്ടിലിരിക്കുന്ന അതേ ഫീലില്ല. എന്തോ വലിയൊരു മാരക ദുരന്തം സംഭവിച്ചിട്ട് പുതപ്പിനടിയിൽ കയറിയിരുന്ന് പരസ്പരം സംസാരിച്ചും അല്ലെങ്കിൽ ഇന്നലെ നടന്ന കാര്യത്തെ വീണ്ടും ക്രിട്ടിസൈസ് ചെയ്ത് ഇരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് മനസ്സിലാകുന്നത്. ഓരോ ദിവസവും അവർക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, അവർ ചിന്തിക്കുന്നില്ല. പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് ആവശ്യമുള്ള ഒരു കോണ്ടന്റുകളും ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ പ്രേക്ഷകർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ചധികം കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത വ്യക്തി ഒന്ന് റോക്കി തന്നെ ആയിരുന്നു, പിന്നൊന്ന് രതീഷ് ആയിരുന്നു. രതീഷ് അതിരുവിട്ട പെരുമാറ്റം കാരണം പുറത്തേക്ക് പോയി. അതുപോലെ തന്നെ നമ്മുടെ റോക്കിയും അതിരുവിട്ട പെരുമാറ്റം കാരണം പുറത്തേക്ക് പോയി. പിന്നുള്ളത് ആരാണ്? പിന്നെ ബിഗ് ബോസിനുള്ളിൽ ആരുമില്ല. പിന്നെ സിജോയുടെ കാര്യം പറയാം. പക്ഷെ സിജോയ്ക്ക് സത്യം പറഞ്ഞാൽ പറ്റിയത് വളരെ വളരെ നമുക്ക് വേദന അർഹിക്കുന്ന ഒരു കാര്യം തന്നെ. കാരണം അടിച്ചവന്റെ പല്ലിളക്കിയത് ഇപ്പൊ സർജറിക്ക് വരെ പോകുന്നു. വീട്ടുകാരെ ഇങ്ങോട്ടോട്ട് വിളിച്ചു വരുത്തേണ്ടതുണ്ടോ? ഒരുപാട് അമ്മയ്ക്കാണെങ്കിൽ സർജറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർക്കവിടെ സമാധാനം ഉണ്ടാവില്ല. അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു ഗെയിം കളിക്കാനായിട്ട് വന്നിട്ട് കൂടെ കളിച്ച ഒരു കോ കണ്ടസ്റ്റന്റ്, അവന്റെ ഒരു അറിവില്ലായ്മ, അവന്റെ ഒരു പൊട്ടത്തരോ കാരണം കൂടെ കളിച്ച കോ കണ്ടസ്റ്റന്റ് പ്രൊവോക്ക് ചെയ്തിട്ട് അവന്റെ അണപ്പല്ല അടിച്ചിളക്കിയേക്കുന്നത്. ഈ അടിച്ചിളക്കിയ റോക്കി എത്ര വ്യക്തികളെ പ്രൊവോക്ക് ചെയ്തു നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഈ പറയുന്ന അപ്സരയുടെ അടുത്താണെങ്കിലും ശരി, ജാസ്മിന്റെ അടുത്താണെങ്കിലും ശരി, ശ്രീലേഖയുടെ അടുത്താണെങ്കിൽ എത്ര വ്യക്തികൾ എടുത്ത് സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഡീപ്പ് ഓടി അവളെയൊക്കെ വീട്ടിൽ ഇരിക്കുന്നവള് നീ മറ്റോടത്ത് പറഞ്ഞാൽ മതി, നീ ആണല്ല, അല്ല നീ പെണ്ണല്ല, നീ ആണാണ് എന്ന് വരെ സംസാരിച്ച് മറ്റേ വ്യക്തികളെ പ്രൊവോക്ക് ചെയ്തിരുന്ന വ്യക്തി എന്നെ പ്രൊവോക്ക് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ? എന്റെ ദേഹത്ത് തൊട്ടത് എന്തിനാണെന്ന് പോയിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുക ഇല്ലേ? നമ്മുടെ ഗബ്രി ഏറ്റവും കൂടുതൽ അടിക്കണ്ട ആണെങ്കിൽ എറിയടാന്ന് പറഞ്ഞപ്പോൾ ഗബ്രിയുടെ ദേഹത്തെടുത്ത് ബോൾ വരെ എറിഞ്ഞു കൊടുത്ത് പ്രൊവോക്ക് ചെയ്ത്, എന്നിട്ട് വെറും താടിക്ക് ഇങ്ങനെ തൊട്ട് തോളത്ത് കൈ ഇട്ടെന്നും പറഞ്ഞ് അവന്റെ മൂഞ്ചിക്ക് വെച്ച് ഇടിച്ചു കൊടുത്തേക്കുന്നത്. അത് ഒരു ഗെയിമർക്ക് പറ്റിയൊരു കാര്യമല്ല. അധ്യായം എന്തായാലും ക്ലോസ്ഡ് ആയി കഴിഞ്ഞു. അപ്പൊ സിജോയുടെ കാര്യം സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇതൊന്നും അല്ല, ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രി വരുന്നു. അങ്ങനെ നമ്മൾ ആലോചിക്കുമോ, ഈ ബിഗ് ബോസ് ഹൗസ് സത്യം പറഞ്ഞാൽ ചത്ത്, കണ്ടന്റ് ക്രിയേറ്റ് ആരുമില്ല. അപ്പൊ ആരാണ് ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്? ഇത്തരത്തിലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇനി ആരാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സ്റ്റോറി എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. നമസ്കാരം. അപ്പോൾ ഒരു പുതിയ ഉദ്യമത്തിലേക്ക് ഇറങ്ങുകയാണ്. കുറച്ച് നാളായിട്ട് കാത്തിരുന്നതാണ് ഈ ഒരു ഉദ്യമം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സിസ്റ്റാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നമ്മളിലേക്ക് ഒത്തുവന്നു. അപ്പോൾ കളി അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് കാണാം, നിങ്ങൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകണം. അതെ, പുതിയ കുറച്ച് അധ്യായങ്ങളുമായിട്ട് ബിഗ് ബോസ് എന്ന ഉദ്യാനത്തിലേക്ക് ഫിറോസ് എന്ന് പറയുന്ന ഡേഞ്ചർ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിലേക്ക് വരികയാണെന്നാണ് ഏകദേശം കൺഫേം ആയിരിക്കുന്ന ഒരു കാര്യം. അപ്പം ബിഗ് ബോസിലേക്ക് വരട്ടെ. അവിടെ ഇനി ഒരു ഗസ്റ്റ് റോൾ ആയിട്ടാണോ വരുന്നത്, അതോ ഇനി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണോ വരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷെ ഫിറോസ് ഖാനെ സംബന്ധിച്ച് ഫിറോസ് ഖാൻ ഭയങ്കര ഹൈപ്പറാണ്. അതിപ്പോൾ മുമ്പ് വന്നിട്ടുള്ളതാണെങ്കിലും അതിന് മുമ്പുള്ളതാണെങ്കിലും അങ്ങനെ തന്നെ. ഇത്തരത്തിലുള്ള അതിരുവിട്ട പെരുമാറ്റമൊന്നും കാണത്തില്ല. കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ട് നിൽക്കാനുള്ള കാര്യം അറിയാം, പറയുന്നതിന്റെ പീക്ക് ലെവലിൽ പോയി നിർത്താനും അറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ അതുപോലെ തന്നെ പിടിച്ചു നിൽക്കാനും അല്ലെങ്കിൽ അദ്ദേഹം അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെ റിയാക്ട് ചെയ്യാനുമുള്ള കണ്ടസ്റ്റന്റ് ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കേണ്ട ഒരു കാര്യം തന്നെ. കാരണം അത്തരത്തിൽ, അതായത് ഇദ്ദേഹത്തിന്റെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആയിരിക്കും റിയാക്ഷൻ പോകുന്നത്. അപ്പൊ അത്രയും 100 ഡിഗ്രി സെൽഷ്യസിൽ തിരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു കോണ്ടസ്റ്റന്റ് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വെറും പ്രഹസനമായിട്ടല്ലേ പോകത്തുള്ളൂ. അത്തരത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്റെ ഒരു അഭിപ്രായത്തിൽ റോക്കിയും സിജോയും തന്നെയായിരുന്നു. സിജോയ്ക്ക് ഇനിയിപ്പം പഠിച്ച് അണപ്പല്ലിളക്കി കാരണം അവന് മിണ്ടാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. ആംഗ്യ ഭാഷ പ്രതികരിക്കേണ്ടി വരുമായിരിക്കും ചെറുക്കെ. റോക്കി എന്തായാലും പുറത്തേക്ക് പോയി. പ്രത്യേകിച്ച് ഇനി ആരുമില്ല. ഇനിയിപ്പം അപ്സരയിൽ ഒരു നല്ലൊരു പോരാളിയെ കാണുന്നുണ്ട്. അപ്സര അത് കുത്തിപ്പൊക്കി എടുത്ത് നല്ല രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിറോസ് ഖാന്റെ കാര്യത്തിന് സത്യം പറഞ്ഞാൽ തീരുമാനമാകും. കാരണം ഫിറോസ് ഖാൻ ഇവിടെ വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി അഖിൽമാരാറിനെ തെറിയും വിളിച്ച് നീ ധൈര്യം ഉണ്ടെങ്കിൽ വാടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഈ പറയുന്ന അപ്സരയുടെ കയ്യിൽ നിന്നോ ജാസ്മിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നോറയുടെ കയ്യിൽ നിന്നോ സേതുവിന്റെ കയ്യിൽ നിന്നോ ഒക്കെ വല്ല തട്ടും മുട്ടും ഒക്കെ മേടിച്ചിട്ട് തിരിച്ചു വരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഇടിവായിരിക്കും കരിയറിന്റെ. കാരണം ബിഗ് ബോസുമായിട്ട് വലിയ ഒരു ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ബിഗ് ബോസിന്റെ എല്ലാ സീസണുകളിലും കയറി ഇറങ്ങാൻ മാവേലിയെ പോലെ പറ്റുന്ന ഒരു അവസരമുള്ള ഒരു വ്യക്തിയും കൂടാണ്. അപ്പൊ നമുക്ക് കണ്ടറിയാം എങ്ങനെയായിരിക്കും കളി, ഏത് രീതിയിലേക്കായിരിക്കും ഇനി മാറാൻ പോകുന്നതെന്ന്.